അപ്പോൾ മോഡീനെ പുറത്തിറക്കാന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അടുത്ത ഏറ്റവും തെരുവുകൾ കൈയടക്കുക ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെ. അതിൽ പക്ഷേ 2 പ്രോബ്ലം കിടക്കുന്നുണ്ട്. ഇന്ത്യക്ക് അതിശക്തമായിട്ടുള്ള സ്റ്റാൻഡിങ് ആർമി ഉണ്ട്, അതിശക്തമായ പോലീസ് സംവിധാനം. ഈ 2 സംവിധാനം ലോയലാണ്. പിന്നെ തൊഴിലില്ലായ്മയ്ക്ക് എല്ലാ സമയത്തും ഉണ്ടാവും, മനസ്സിലായില്ലേ? അതൊന്നും നമുക്ക് തുടച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ആ രീതി സിവിയർ ആണെന്ന് ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് സിവിയറായ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു, അത്രയും സിവിയർ അല്ല നമ്മുടെ രാജ്യത്ത്. ഇതിലും സിവിയറാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ടൊരു കോക്കോച്ച് പാർട്ടി അവിടെ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ടോ കോക്കോച്ച് പാർട്ടി സൗദി അറേബ്യയിൽ ഉണ്ടാവുന്നില്ല? അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ല. ഈ പട്ടാളം പോലീസൊക്കെ ഒതുങ്ങി RSSൻ്റെ ഇടയിൽ കൂടെ കളിക്കും, മൊസാദിനെ പോലെ കളിക്കും. മൊസാദിൻ്റെ ഭാഗം അതാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സാധനമാണ് ഈ RSS. ഇത് വളരെ തന്ത്രപരമായി ലോകം പിടിച്ചെടുക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും എന്താ പറയുക, ഏറ്റവും ചിലവ് കുറഞ്ഞ, ഏറ്റവും റിസ്ക് ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റെവല്യൂഷൻ. മോഡി ഗവൺമെൻറ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മോഡി ഗവൺമെൻറ് ഉണ്ടാവും. പക്ഷേ സ്വാതന്ത്ര്യം ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം വന്ന ഏറ്റവും ശക്തമായ ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് മോഡിയെ എതിർക്കാൻ 100 കാരണങ്ങളുണ്ടാവും, നിങ്ങൾ BJP എതിർക്കാൻ 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ ആ കാരണങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നു? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു ആര്? നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പക്ഷേ അതിന് പിന്നാലെ നടന്നത് വളരെ വലിയ ഒരു നീക്കമായിരുന്നു, ഒരു പാറ്റ വിപ്ലവം. അതിപ്പോഴും ഇങ്ങനെ നുരഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ചിറക് വിടർത്തിക്കൊണ്ട്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ X ഹാൻഡിലൂടെയും ഇത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ 20 മില്യൺ ഫോളോവേഴ്സാണ് ഇതിനുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ കുതിച്ച് കയറ്റം. പക്ഷേ ഇതിനെ ജാഗ്രതയോടെ കാണണം എന്ന് നിർദ്ദേശിക്കുന്നവർ നിരവധി പേരാണ്. ഇത് ഏതെങ്കിലുമൊക്കെ വലിയ ശക്തികളുടെ പ്രവർത്തനത്തെ തുടർന്ന് രാജ്യത്തിനെതിരെ നുരഞ്ഞു പൊന്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ സൂചനയാണോ? അതോ ജെൻസിയുടെ സ്വാഭാവികമായ പ്രതിഷേധമോ? കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് തെറ്റായിപ്പോയി എന്നവർ ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രതിഷേധത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രകടനം മാത്രമാണോ ഇത്? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് പറയാനുള്ളത് ഈ CJP മൂവ്മെൻറ്റിനെ കുറിച്ച്? അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന്. ബട്ട് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഒരു കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാര്യമില്ലാന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈപ്പിന് പിന്നുന്ന ഒരു കാര്യമില്ല. ഈ പത്രക്കാരി അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ കത്തിക്കുന്നല്ലാതെ, അതായത് ഈ ഒരു ഹൈപ്പ് കണ്ടെന്നും നമ്മൾ അന്താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു വാക്കുന്നുണ്ടായെന്ന് വെച്ചാൽ ആരുടെ ഏത് വാക്കുന്നും എന്തും ഉണ്ടാക്കിയെടുക്കാം. പണ്ട് ഞാനൊരു എന്നോട് ചർച്ചയ്ക്ക് എന്ന അലവലാദിനെ എന്താണ് പോടാ എടാന്നൊറ്റാൻ വിളിച്ചതിനാണ് പണ്ട് എന്നെ വിളിച്ചൊരു മദ്യപാനിയാക്കിയത്. അതിലൊരു സംഘടിതമായ ടീം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, എന്നെ ഇഷ്ടമില്ലാത്ത. അത് നമ്മൾ ഒരുങ്ങാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായില്ലേ? അതുപോലെയാണ് അതിൻ്റെ. അപ്പോൾ ആരുടെ ഏത് വാക്കൊന്നും ആർക്കും എന്തും ഉപയോഗിക്കാം, നിങ്ങൾ കാത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഒരു പ്രയോഗം എവിടെ നിന്നെങ്കിലും വരണം എന്ന് കാത്തു നിന്ന ചില ആളുകളുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒരു പ്രയോഗം, അത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നുള്ളത്? അത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എല്ലാ കാലത്തും തലവേദനയാണ്. പണ്ട് നമ്മൾ പറയും തൊഴിലില്ലാത്ത ഈ വക്കീലന്മാരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി. കാരണം മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി വാസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് ബാരിസ്റ്റർ. So be the case of Jawaharlal Nehru. But Motilal Nehru was a very good barrister. ഫിറോസ് ഷാ മേത്ത, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവരൊന്നും പണിയില്ലാത്ത ബാരിസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞോട് പിന്നെ കുറേ 90s ലോകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ജോലിയില്ലാത്ത വെറുതെ ഇരിക്കുന്ന എഞ്ചിനീയർമാരാണ്. ഒസാമ ബിൻ ലാദൻ, അയാൾ എഞ്ചിനീയറായിരുന്നു. ഇപ്പം പൊതുവേ തൊഴിലില്ലാത്ത ഒരു പണിയില്ല, കമ്പ്യൂട്ടർ കുത്തിയിരിക്കുന്ന ഫോണും കുത്തിയിരിക്കുന്നവന്മാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് മറ്റുള്ളവരെ പോലെ ഡെഡ്ലി അല്ല എന്നുള്ളതാണ്. ഒസാമ ബിൻ ലാദൻ ഡെഡ്ലി ആയിരുന്നു. കാരണം അയാൾക്കൊരു മതത്തിൻ്റെ ശക്തമായിട്ട് അതിലുള്ള വിശ്വാസവും അമേരിക്ക എങ്ങനെയാണ് അവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ധാരണയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ആ ഫൈറ്റ് നടത്തിയത്. മഹാത്മാഗാന്ധിജിക്ക്
ഒരു ബാരിസ്റ്റർ എന്ന രീതിയിൽ നിയമത്തിനും ഒരു യു എസ് എ ഫെയിൽഡ് ബാരിസ്റ്റർ ബട്ട് മറ്റേ ഈ സിനിമയിലെ ജയറാമിനെ പോലെ ഏത് സിനിമയിലെ അറിയോ റോസാപ്പ് വൺമാൻ ഷോയിലെ ജയറാമിനെ പോലെ മഹാത്മാഗാന്ധിജി ഈ പറഞ്ഞ ഒരു കോംപ്രമൈസ് എന്താ കേസും കൊണ്ട് വന്നത് അങ്ങനെ കോംപ്രമൈസ് ആക്കി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന വക്കീലായിരുന്നു. അപ്പം പക്ഷേ ഗാന്ധിജിക്ക് നിയമത്തിലൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വേണ്ട ഇനി ഒസാമയും ഇല്ലാതെയും ഗാന്ധിജിയെയും കമ്പയർ ചെയ്യാൻ അങ്ങനെയല്ല. അവരുടെ തമാശയ്ക്ക് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് തൊഴിലില്ലാത്ത വക്കീലന്മാരാണ് എഞ്ചിനീയർമാരെന്ന്. പക്ഷേ ഒസാമ ബിൻ ലാദൻ തീവ്രവാദി അത് ലോകത്ത് മൊത്തം കിടുക്കി കളഞ്ഞ ഒരാളാണ്. പക്ഷേ ഈ മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിക്കേണ്ട ഒരു മൂവ്മെൻ്റ് അല്ല. ഗാന്ധിജീനെ പോലെ ബഹുമാനിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലെ പേടിക്കേണ്ടതായ മൂവ്മെൻ്റ് അല്ല. ഇത് കുറേ വിവരമില്ലാത്ത പിള്ളേർ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ആ വിവരമില്ലാത്ത പിള്ളേരെ വെച്ച് ആയുധം എടുത്ത് കളിക്കുന്നത് ഞാൻ ഈ പിള്ളേരെ നമുക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം എല്ലാ കാലത്തും. പൃഥ്വിരാജിനെ പോലെയുള്ളൊക്കെ ഒരാളെ ഈ കിട്ടിയാൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വി ഡി സതീശനെ പോലെ ഒരാളെ ഈ കിട്ടിയാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അല്ലാതെ ഒരു ഉടായ്പകളായി കിട്ടിയാൽ ഉടായ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവരെ പിന്നിൽ ഇങ്ങനെ ഒരു ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരുന്ന ടീംസ് ഉണ്ട്. ആ ടീംസ് അത് ഉപയോഗിക്കായിരുന്നു. ക്യാച്ചി ആയിട്ടുള്ള അങ്ങനെ ചില സാധനങ്ങൾ എടുത്ത ആളുകൾ കൊത്തിപ്പിടിക്കും. മീഡിയ തന്നെ നിങ്ങളെ ഈ പറയുന്ന കൺവെൻഷണൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഇരിക്കുന്ന വയസ്സന്മാർക്ക് മൊത്തം പൂക്കികളാണ്, ന്യൂജനാണ്. അതിന് ഈ ന്യൂജൻ എന്താ കൊണ്ടുവന്നാൽ ഇവന്മാർ മാതൃഭൂമിയാണെങ്കിൽ മനോരമയാണെങ്കിൽ ഒക്കെ കയറി പിടിച്ചത് വലിയ സംഭവം അങ്ങോട്ടാക്കും. എന്നിട്ട് കുറച്ച് മോഡേൺ ലുക്കുള്ള പെമ്പിള്ള ആങ്കർമാരും ആക്കും. അവർക്ക് ഈ പറയുന്നത് എന്താണെന്ന് അവർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന വയസ്സന്മാർക്കാണെങ്കിൽ അവർക്ക് ഇതിൽ കാര്യമില്ലാന്ന് അറിയാം. എങ്കിൽ പോലും ഈ വയസ്സന്മാർക്ക് എന്ത് വേണം, ഞങ്ങൾ ഔട്ട്ഡേറ്റഡ് അല്ലാന്ന് കാണിക്കണം. അതുകൊണ്ട് പൂക്കികളെക്കാട്ടും വലിയ പൂക്കികളാവും. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് പിന്നെ മൊത്തം വിദേശത്ത് വസിക്കുന്ന NRIs ആണ്. NRIs എന്ന് വെച്ചാൽ അഭിജിത്ത് എന്നിട്ട് വന്നിട്ടുള്ള കക്ഷി പടക്കോ ഏതോ കക്ഷിയുണ്ട് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മറ്റേ PRO ആയിരുന്നു, മീഡിയ കോർഡിനേറ്റർ. അയാളിപ്പോൾ അമേരിക്കയിലാണ്. അഭിജിത്ത് ദീപ് കെ. അവൻ്റെ പേര് തന്നെ അത്ര ശരിയില്ല. അഭിജിത്ത് കുഴപ്പമില്ല, ബാക്കിയുള്ളതാണോ. അപ്പം അവൻ അവിടെയാണ്, അമേരിക്കയിലാണ്. അപ്പം അമേരിക്ക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ ഹോസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ കളി ഉള്ളുന്ന് കളിക്കുന്ന അടുത്ത് മോഡി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണി കൊടുക്കുന്നത് ട്രംപാണ്. അപ്പോൾ ഒന്ന് അത്, രണ്ട് വേറൊന്നുള്ളത് എന്താ ധ്രുവറാഡിയോ KDയോ ഏതൊരുത്തനുണ്ട്. അവൻ ജർമ്മനിയിൽ നിന്നുകൊണ്ടാണ് അവൻ പണിയുന്നത്. ഇതിൻ്റെയൊക്കെ ഫോളോവേഴ്സ് നിങ്ങൾ നല്ല വന്ന് നോക്കിക്കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരാണ്. വിദേശ രാജ്യത്ത് താമസിച്ചുകൊണ്ട് ഇന്ത്യനെ കുറ്റം പറയുമ്പോൾ ആ നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ മോഡിനെ പുറത്താക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ സൗത്ത് ഇന്ത്യക്കാർ ഈ പറയുന്നതിന് അത് BJP താല്പര്യമില്ല. ഉത്തരേന്ത്യക്കാർക്ക് അങ്ങനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അയാൾ ബംഗാളും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മോഡിനെ പുറത്തിറക്കാന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അടുത്ത ഏറ്റവും തെരുവുകൾ കൈയടക്കുക ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെ. അതിൽ പക്ഷേ രണ്ട് പ്രോബ്ലം കിടക്കുന്നുണ്ട്. ഇന്ത്യക്ക് അതിശക്തമായിട്ടുള്ള സ്റ്റാൻഡിങ് ആർമി ഉണ്ട്, അതിശക്തമായ പോലീസ് സംവിധാനം. ഈ സംവിധാനം ലോയലാണ്. അവിടുത്തെ പോലെ ചെറിയ സംവിധാനമൊന്നുമല്ല. പക്ഷേ ഈ ലോയലായ സംവിധാനത്തെ നിങ്ങൾക്ക് ഇളക്കാൻ പറ്റും. നിങ്ങൾ എനർജി ക്രൈസിസ് ഉണ്ടാക്കുക, ഇന്ത്യയിലേക്ക് എനർജി ഈ പറഞ്ഞ പെട്രോളിയം ഒന്നും വരാതിരിക്കുക. അപ്പം ഇക്കോണമി തകരുക, പട്ടാളക്കാർക്കും പോലീസുകാർക്കും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ശ്രീലങ്കയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. പട്ടാളവും പോലീസും തോക്ക് തിരിച്ചു പിടിക്കും ഏത് രാജ്യത്ത്, അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് തെരുവ് കൂടി കത്തിക്കഴിഞ്ഞാൽ സംഭവമാകും. അതാണ് ദേശസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു തൊട്ട് 40 ദിവസത്തെ സാധാരണ നമ്മളെ ഈ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ദുബായൊക്കെ ആയിട്ട് ചർച്ചയൊക്കെ നടത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പിന്നെ നമ്മുടെ പട്ടാളക്കാർ ഒരാഴ്ചയൊക്കെ അവർ പട്ടിണി കിടക്കും. അപ്പോൾ അതുകൊണ്ട് അതും പെട്ടെന്ന് നമുക്ക് ശ്രീലങ്കയിൽ സംഭവിച്ച പോലെ സംഭവിക്കുക. ഞാൻ ഈസ് എ വാസ്റ്റ് കൺട്രി. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇത് പൊട്ടില്ല. പക്ഷേ മോഡിനെ ഇറക്കി വിടണമെങ്കിൽ ഈ ജനാധിപത്യം പറയാൻ പറ്റില്ല. ഈ രീതിയിലുള്ള ഏതെങ്കിലും വിദേശ ഇടപെടലുകളുള്ള അട്ടിമറികളെ പറ്റുള്ളൂ. അതിന് അവരിങ്ങനെ പല രീതിയിൽ ശ്രമിച്ചു നോക്കാണ്. അതിന് CA സമരം നടത്തി നോക്കി, വേറെന്തൊരു സമരം നടത്തിയിരുന്നല്ലോ, കർഷക സമരം നടത്തി. ഇവിടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തമാണ് ഈ നിലവിലുള്ള ഇടനിലക്കാരെ മാറ്റിയിട്ട് കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന സംവിധാനം കൊണ്ടുവരണമെന്ന്. അത് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയായിരുന്നു സമരം. ആരാണ് ഈ സമരത്തെ സ്പോൺസർ ചെയ്തത്? ഇടനിലക്കാർ. കത്തിച്ചതാരാണ്? ദേശവിരുദ്ധ ശക്തികൾ. CA സമരം എന്തായിരുന്നു?
CA സമരം BJP ആഗ്രഹിച്ച സമരമാണ്. അത് ഒരു ആശങ്ക ഉണ്ടാക്കണം അവർ. ആ CA നിയമത്തിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഈ പൗരത്വ രജിസ്ട്രേഷൻ കൂടി വരുമ്പോഴാണ് അത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് ആസാമിലേ ഉള്ളൂ. പക്ഷേ ഈ മണ്ടന്മാർ കയറി പിടിക്കാൻ വേണ്ടി ഒന്ന് BJPക്ക് വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം. അമിത്ഷാ പറഞ്ഞ് രാജ്യം മൊത്തം നടപ്പിലാക്കും. ബംഗാൾ മാത്രമായിരിക്കില്ലെന്ന് അങ്ങനെ പറഞ്ഞു, ആസാമിൽ മാത്രമായിരിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ രാജ്യം മൊത്തം നടപ്പിലാക്കുന്ന അതേ രീതിയിലാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ പറഞ്ഞുമില്ല. ആ കൺഫ്യൂഷനിലാണ് ഈ സാധനം ഉണ്ടായത്. ഈ സമരം ഡൽഹിയിൽ മൊത്തം കത്തിച്ച് കേരളത്തിൽ പോയ ആളുകൾ. അപ്പോൾ കേരളത്തിൽ പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്ന് ഈ പറയുന്ന CA പോലുള്ള സമരത്തിലെല്ലാം ജാമ്യ മില്ലിലും JNUവിലൊക്കെ പഠിക്കുന്ന കേരളത്തുമായ പിള്ളേരാണ് അതിന് മുൻനിരയിലുണ്ടായിരുന്നത്. ഇവരെ ഇളക്കി വിടാൻ വളരെ എളുപ്പമാണ്. ഇവിടെയുള്ള ഹിന്ദുക്കൾ കേരളത്തിലെ മുസ്ലിം പയ്യന്മാർക്കും മുസ്ലിംസിന് തുല്യരായി കരുതുന്നതുകൊണ്ട് അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല, എസ്പെഷ്യലി മലബാറിൽ. ഈ പിള്ളേർ ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇവർ വിഭജനം നടത്തി രാജ്യം മേടിച്ച് പോയതാണല്ലോ. നമ്മളെ പിള്ളേർക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ സാധനം വെച്ചുകൊണ്ട് അവിടെ പോയി സമരം ചെയ്യുന്നു. അത് അവിടെ നിന്ന് 2 അടിയിട്ടുമ്പോൾ തീർന്നോളൂ. ഒന്ന്. അപ്പം പിന്നെ പെൺപിള്ളേരായതുകൊണ്ടാണ് അവർ അടിക്കാതെ വിട്ടത്. പെൺപിള്ളേരാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് മൂവ്മെൻ്റൊക്കെ പെണ്ണും പിള്ളേർ ഉപയോഗിച്ചാണ് സമരം ചെയ്യുന്നത്. ജാമ്യ സമരത്തിലൊക്കെ കാണാം. അപ്പോൾ അപ്പം ഞാൻ ആ സമരങ്ങൾക്കൊക്കെ ഇതേ സ്വഭാവമുണ്ട്. പക്ഷെ ആ രീതി കത്തിയില്ല എന്നുള്ളത്. ഇപ്പം മോഡി ഇപ്പം 10 വർഷം നമുക്കിങ്ങനെ എന്ത് പോയി സ്വിഫ്റ്റ് കാർ പോലെ കണ്ട് സ്പ്ലെൻഡർ ബൈക്കൊക്കെ പോലെ കണ്ടൊരു മടുക്കലുണ്ടല്ലോ. ഇപ്പം ബുള്ളറ്റ് കണ്ട് മടുക്കാനായി. അപ്പോൾ അതുപോലെ കണ്ട് മടുക്കലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. മോഡിയത്തെ തന്നെ ഒരു 10 വർഷത്തിനിടയ്ക്ക് പുതിയൊരു ഹാഫ് ജനറേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് മോഡി പുതുമയൊന്നുമില്ല. അപ്പോൾ മോഡി നിരന്തരം ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ സമരത്തെക്കാൾ ഇതിന് തീവ്രതയുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ തെരുവ് പിടിച്ചടക്കുന്ന ഒരു രീതിയിലേക്ക് പോകണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം ഇന്ത്യയിൽ ഉണ്ടാവണം. അതായത് സാമ്പത്തിക പ്രശ്നമൊക്കെ ആ രീതിയിൽ പ്രശ്നമാണോ? അതിവിടെ ആ രീതിയിലൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ ഇവർക്കില്ലാത്ത ഒരു സംവിധാനമുണ്ട്. RSS എന്നുള്ള സംഭവമുണ്ട്. ഈ പട്ടാളം പോലീസൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ RSSൻ്റെ ഇടയിൽ കൂടെ കളിക്കും, മൊസാദിനെ പോലെ കളിക്കും. മൊസാദിൻ്റെ ഭാഗം അതാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സാധനമാണ് ഈ RSS. അതുകൊണ്ട് ആ രീതിയിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല ഒരു ഇന്ത്യയുടെ സൈന്യവും പോലീസിംഗ് സംവിധാനവും RSSും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഇന്ത്യയിൽ വിജയിക്കില്ല എന്നാണ്. പക്ഷെ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾ ഈ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ വളരെ ആസൂത്രിതമാണ് എന്ന് നമ്മൾ പറയാനോ കാരണം നിങ്ങൾ ഈ തൊഴിലില്ലായ്മയൊക്കെ എടുത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യം പാകിസ്ഥാനാണ്. അവിടെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ബിക്കോസ് ദേ ആർ സ്ട്രോങ് അലൈ ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ്. എന്നാൽ ബംഗ്ലാദേശ് അത്രത്തോളം പ്രശ്നമില്ല. അവിടെ കലാപമുണ്ടായി. കാരണം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈ അമേരിക്ക വന്ന് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുപോലെ രാജപക്ഷെ അങ്ങേരി ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ കൺട്രീസിന് വാങ്ങുന്ന ആളായിരുന്നില്ല. അയാൾ ചൈനയുടെ അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ പുറത്താണ് ഇരിക്കുന്നത്. അത് CIA വരെ ഉണ്ട് അതിൽ. ഞാൻ നിങ്ങളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലുകാരും അമേരിക്കക്കാരും നിങ്ങളുടെ തോള് കൈയിട്ടുന്നുണ്ട്. നിങ്ങൾ വെറുതെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. ഞാൻ ആദ്യം പറയുമ്പോൾ ട്രംപ് നമ്മളെ ഫ്രണ്ടാണ്, BJPക്കാർ നമ്മളെ കുറ്റം പറയും. ഇപ്പോൾ അത് അറിയാറില്ല. ഇപ്പോൾ ഇസ്രായേലിനെ പറയുമ്പോഴാണ് അവർക്ക് പിന്നെ ഒരു ഇസ്രായേലിൻ്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലായോ? അവരവരുടെ ആവശ്യത്തിന് ആരെയും ഉപയോഗിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ല, ഇസ്രായേൽ ഇന്ത്യ എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ട് അപ്പോഴെല്ലാം സഹായിച്ച അതുകൊണ്ട് പാകിസ്ഥാനെ കണ്ടെയ്ൻ ചെയ്യാൻ അവർക്ക് നമ്മളെ വേണം. മനസ്സിലായോ? അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല. അല്ല, പാകിസ്ഥാനിൽ അവർ നേരിട്ട് വന്ന് ബോംബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യം അവർ ഒത്തു വരുമ്പോഴേക്ക് എന്ത് ചെയ്തു? പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കി. ഇപ്പോൾ സൗദി അറേബ്യൻ അവരുടെ ന്യൂക്ലിയർ നമ്പറിലെ കണ്ടറിൽ കൊണ്ടുവന്നു. അതിന് വിശാല ഇസ്രായേൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നമാണ് ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ട്. പാകിസ്ഥാനെ നമ്മളെ കൊണ്ട് തീർക്കുക. അല്ല, പാകിസ്ഥാനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ കൊണ്ട് അവർക്ക് തീർത്തൂടെ? ഇല്ല, അമേരിക്ക നേരിട്ട് ഇടപെടില്ലല്ലോ. സോ അലയാണ്. അങ്ങനെ അവസാന ഘട്ടത്തിൽ വേറെ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം സാധിക്കാൻ പറ്റിയെങ്കിൽ ഞാനെന്തിനാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ടിനെ ഞാൻ ഇതിൽ വലിച്ചയക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ ഫ്രണ്ടല്ല എന്നല്ല, ഇതിൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അടുത്തുണ്ട് എനിക്ക് വലിയ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് സംഭവം. അമേരിക്ക കൊണ്ട് നേരിട്ട് അവർ ചെയ്യിക്കില്ല. അല്ല, അമേരിക്ക ഇവരുടെയൊക്കെ സഖ്യശേഷം അമേരിക്കക്ക് പക്ഷേ അത്യാവശ്യ ഘട്ടം വേണം അമേരിക്കനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും അതിൻ്റെ രണ്ടൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഇന്ത്യ നശിക്കും. കാരണം അവർക്ക് അണവായുധമുണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഭീഷണി അവർക്ക് ഒഴിവാക്കി കിട്ടും. ഇന്ത്യ എന്നുള്ള ഭീഷണി ഒഴിവാക്കി കിട്ടുമ്പോൾ അമേരിക്കക്ക് അതാണ് എളുപ്പം. ഇന്ത്യക്ക് എന്നുള്ള ഭീഷണി ഒഴിവാക്കി കിട്ടിയാൽ ഇന്ത്യ ആദ്യം കഷ്ടപ്പാട് കഴിഞ്ഞാൽ ഈ പാൽപ്പൊടിയും പിന്നെ കൊന്തയായിട്ട് അവന്മാർ വരും, ഇവാഞ്ചലിസ്റ്റുകൾ വരും. അപ്പോൾ വളരെ ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ പറ്റും. ക്രിസ്ത്യാനി എന്ന് പറയണ്ട, ഇവാഞ്ചലിസ്റ്റാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ ഞാൻ പറഞ്ഞ വിചാരിക്കാത്ത അജണ്ടയാണ്. ഞാനിത് ആവർത്തി പറയുന്നത് ഇത് റിയാലിറ്റി ആയതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് അവർ ഈ പാകിസ്ഥാൻ വെച്ചുള്ള കളി കളിക്കുന്നത്. അതെല്ലാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കിയപ്പോൾ അമേരിക്ക മിണ്ടാതിരുന്നു. ഉണ്ടാക്കട്ടെ, ഇന്ത്യനെ അങ്ങനെ പിടിക്കാം, ഇന്ത്യനെ ഉപയോഗിച്ച് വേണം ചൈനേനെ പിടിക്കാം. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. പക്ഷേ ചൈന അവരുടെ കണ്ണിന് ഇതിന് പുറത്ത് പോയി. അതെ, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഈ കോക്രോച്ച് മൂവ്മെൻറ്റിന് പിന്നിലും ഈ ഇവാഞ്ചലിസ്റ്റ് ശക്തികൾ പോലുള്ള എന്തോ ഒന്ന്, അതോ അത് തന്നെയാണോ? ആയിരിക്കും. അവരുടെ ഫണ്ടൊക്കെ തടഞ്ഞില്ലേ. ഇത് അമേരിക്ക ബേസ്ഡ് സംഭവമാണ്. കാരണം ഇന്ത്യയിൽ പണ്ടത്തെ പോലെ അവരുടെ കാര്യങ്ങൾ അത്ര ഈസി അല്ല. നീ ഇങ്ങനെ കുറച്ച് മോഡി പേരത്ത് അമിത്ഷാ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോഴത്തെ ഹേമന്ത് വിശ്വാസമ്മ, അപ്പോഴത്തെ ശുഭേന്ദു അധികാരിയൊക്കെയാണ് അധികാരത്തിൽ. മറ്റേ യോഗി ആദിത്യനാഥ് മൊത്ത അരവട്ടന്മാരാണ്. അപ്പം ഒരു പണി നടക്കില്ല. അരവട്ടന്മാരെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വം ഇവർക്കൊരു വട്ടാണ്. അതിനുവേണ്ടി അവർ കൊല്ലാനും ജാനും തയ്യാറാണ്. മര്യാദയ്ക്കാണെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ അവർ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവർക്ക് പേടിയാണ്. ഒരു മോഡി പോയാലും അപ്പുറത്ത് അമിത്ഷാ വരാനുണ്ട്, ഹേമന്ത് വിശ്വാസമ്മ വരാനുണ്ട്, ശുഭേന്ദു അധികാരി വരാനുണ്ട്, മറ്റേ ഇയാൾ വരാനുണ്ട്, നമ്മുടെ യോഗി വരാനുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ BJP അധ്യക്ഷനും മിടുക്കനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞ ആളുകളാണ്, അതുകൊണ്ട് ഡെവലപ്പായി പേടിക്കണം. അപ്പോൾ പിന്നെ ഫഡ്നാവിസ് ഉണ്ട്. അപ്പോൾ അതാണ് സിസ്റ്റം. നല്ല പണ്ട് മിസോറാമിൽ ചെയ്ത പോലെ ഒറ്റയടിക്ക് എല്ലാവരെയും. മിസോറാമിൽ പണ്ട് ഈ അവിടെയുള്ള തീവ്രവാദികൾ കുക്കീസ് ക്യാബിനറ്റെ മൊത്തം ബോംബ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഇന്ദിരാഗാന്ധി എയറിൽ ബോംബ് ചെയ്ത് അവനെ നശിപ്പിച്ചത്. അതേപോലുള്ള അത് പോസിബിളും അല്ല. RSS ഉള്ള കാലത്തുള്ള അത് പോസിബിളും അല്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പം അങ്ങനെ ഇവർ എറിഞ്ഞു നോക്കുന്ന ഒരു വടിയാണ്. അപ്പോൾ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലും എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ അതിൽ ആൻറ്റി മോഡി വികാരം വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ കത്തിച്ച് നിർത്തുകയാണ് പല ആവശ്യത്തിന് പുറത്ത്. ഫക്രുദ്ദീൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംസ്കാരം, ഈ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഇത്രയും പഴക്കമുള്ളൊരു സംസ്കാരം മറ്റൊന്നില്ല. ഇതിനെയാണ് വെസ്റ്റേൺ ശക്തികൾ ഭയക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇന്ത്യൻ സംസ്കാരം തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ടല്ല അവർ ഇവാഞ്ചലിസ്റ്റുകൾ വെക്കുന്നത്. ഇതിനെ നശിപ്പിക്കണം, ഇതിനെ പറ്റി വെറുപ്പുണ്ടാക്കണം നിങ്ങൾക്ക്. അവർ പറയുന്നത് വെച്ചാൽ അവരിപ്പോൾ മുസ്ലിങ്ങളെ പറ്റി പറയുന്നത് നമ്മൾ മാത്രമേ ശരിയുള്ളൂ, ലോകത്തുള്ള എല്ലാ മതങ്ങളും മറ്റുള്ള തെറ്റാന്ന് പറയുന്നത് കാഫറൊന്നുമില്ല. ഇവർ പറയുന്നത് എന്താണ്? യേശു മാസത്തിനാണ്. എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, യേശു മാത്രമാണ് ഒരേ ഒരു രക്ഷാമാർഗം. മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ വിളിക്കൂ, അങ്ങനെ നിങ്ങൾ ഭാവിയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഇതെന്താ സംഭവം? ഇതിൻ്റെ ഏറ്റവും വലിയ കൺകെട്ട് വിദ്യയാണ്. കൺകെട്ട് വിദ്യ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ മുസ്ലിങ്ങളെ പരസ്പരം അടുപ്പിക്കുക, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അടുപ്പിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ ബിസിനസ് നടത്തുക ഇവാഞ്ചലിസ്റ്റുകൾ. അതാണ് നീ നോക്ക്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ട്, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ, കാശ്മീർ. അവിടെയാണ് മുസ്ലിം തീവ്രവാദം ഉള്ളത്. 4-5 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. അവിടെയൊക്കെ തീവ്രവാദം ഉണ്ടല്ലോ. ഇതെന്നാൽ നിങ്ങൾ ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറയാത്തത്, ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദം എന്ന് പറയാത്തത്? ഇന്ത്യയിൽ എത്ര മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ട്? ഒരാൾ പോലും ഇല്ല. നോർത്ത് ഈസ്റ്റ് ചുരുങ്ങിയത് 3 പേരുണ്ട്. മാത്രമല്ല ആന്ധ്രാപ്രദേശിലുണ്ട്. മനസ്സിലായില്ലേ? ഈ ഇവാഞ്ചലിസ്റ്റ് മുഖ്യമന്ത്രി ക്രിസ്ത്യൻ. ഉമ്മൻചാണ്ടി സാറിനെ ആന്റണി നമ്മളതിൽ കൂട്ടുന്നില്ല. അവർ ക്രിസ്ത്യൻസാണ്. അവർ ഇവാഞ്ചലിസ്റ്റ് ഞാൻ പറഞ്ഞു. ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റുകളാണ്, സെമി സിയോണിസ്റ്റുകളാണ്. മറ്റവരതല്ല, അവർ ട്രഡീഷണൽ ക്രിസ്ത്യനാണ്. അവർ കുറച്ചുകൂടി ജീസസിൻ്റെ പാരമ്പര്യമുള്ളവരാണ്. ഇവർക്ക് ജീസസിൻ്റെ പാരമ്പര്യം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ല, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രാർത്ഥനാ രീതിയിൽ അവർ യേശുവിനെ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവർ വേറെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽ. അവർ പറയാന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ റോമൻ കത്തോലിക്ക സഭയൊക്കെ ഈ വിഷനെ ഇല്ലാതാക്കി സ്ട്രക്ചർ മാത്രമാക്കി എന്നുള്ളതാണ്. ഞങ്ങൾ വിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവരുടെ വിഷനാണ് ജീസസിന്റെ വിഷനെങ്കിൽ ജീസസ് പോയിട്ട് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കും. ഒരു പ്രവൃത്തി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഗൂഢനീക്കം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നു, അതോ ഉറപ്പാണ്? അല്ല, ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര അവർ പെനിട്രേറ്റ് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർ ഇത്ര പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ജനാധിപത്യ കാലഘട്ടത്തിലാണ് പെനിട്രേറ്റ് ചെയ്തത്. ബ്രിട്ടീഷുകാരെ സമ്മതിക്കില്ലായിരുന്നു, അവർക്ക് പേടിയായിരുന്നു. മതത്തെ തൊട്ടാൽ ഇന്ത്യക്കാർ ഉണരും. അതുകൊണ്ട് അവർ കൺട്രോൾ ചെയ്തിട്ടേ വിട്ടിട്ടുള്ളൂ. പോർച്ചുഗീസുകാരാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അവന്മാരൊക്കെ അതേപോലെ നിൽക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ സാമൂതിരിയും കുഞ്ഞാലി മരക്കാരൊക്കെ ഓടിച്ചു വിട്ടത്. ഒരു പ്രധാനപ്പെട്ട കേരളം കോഴിക്കോടായിരുന്നല്ലോ അവന്മാർ വന്ന്. കോഴിക്കോട് എത്ര ലാറ്റിൻ ക്രിസ്ത്യൻസ് ഉണ്ട്? വളരെ ചുരുക്കമാണുള്ളൂ. അപ്പോൾ അത് പിന്നെ സാമൂതിരിയും അന്ന് ഇന്നത്തെ പോലെ ഹിന്ദുമതമല്ല, പക്ഷെ സാമൂതിരി ശക്തമായി റെസിസ്റ്റ് ചെയ്തു തന്നു എന്നുള്ളത്. പിന്നെ ചിറക്കൽ എറണാകുളത്താണ് അവർ, ഈ കൊച്ചിയിലുമാണ്, കൊല്ലത്താണ് പോർച്ചുഗീസുകാർ പിന്നെയും കുറച്ച് സ്വാധീനം ഉണ്ടാക്കിയത്. പിന്നെ സെൻറ്റ് സേവിയറൊക്കെ ഈ കടൽ തീരത്തും
അല്ലാതെ ഈ ഹിന്ദുക്കൾ സ്ട്രോങ് ആയിരുന്ന കോഴിക്കോട് ഹിന്ദു രാജാവ് വളരെ സ്ട്രോങ്, ഹി വാസ് ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഇൻ കേരള അറ്റ് ദാറ്റ് ടൈം. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഇനിയിപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേര് മാറ്റി ഇവർ ഈ മൂവ്മെൻറ്റ് തുടർന്നുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അത് ആം ആദ്മി പാർട്ടിൻ്റെ കുറേ അവശിഷ്ടങ്ങളില്ലേ. ഞാനിപ്പോൾ പലപ്പോഴും അൻവറിനെ പോലുള്ള ആളുകളോട് പറയാറില്ല, എനിക്ക് പരിചയമല്ല ആളെ. പക്ഷേ അയാൾക്ക് ചെയ്യാൻ പറ്റിയ ഈ PFI നിരോധിച്ചല്ലോ. ഈ PFIനൊക്കെ കൂട്ടി അയാൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണ് ഇപ്പം മൂപ്പൻ്റെ തൃണമൂലൊക്കെ PFIൻ്റെ ആളുകളൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ശിഥിലമായി. അതുപോലെ മമത വലിയ ഭീഷണി നേരിട്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ പുതിയൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റും. നാഷണൽ ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ വിജയുടെ പ്ലാറ്റ്ഫോം ഇല്ലേ തമിഴ്നാട്ടിൽ, അതേപോലെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അതിൻ്റെ നേരിട്ടുള്ള കൺട്രോൾ അവിടെ നിന്നായിരിക്കും, അമേരിക്കയിൽ നിന്നായിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അല്ല, അപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നതും നമ്മൾ ഞാൻ വേറെ എന്തുകൊണ്ടാണ് ഇവർ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ജിമെയിൽ അതും ഇത് വെറുതെ ഒന്നല്ല. ഇൻഫർമേഷൻ ടെക്നോളജി നമ്മളെ കൂടുതൽ ലോകമായിട്ട് അടുപ്പിച്ചു മാത്രമല്ല നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ്. പക്ഷേ സർവൈലൻസ് കൂടി. നിങ്ങളും ഞാനും എന്ത് ചിന്തിക്കുന്നു എന്ന് വരെ ഇപ്പോൾ അമേരിക്കയിൽ അവർക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ ഓപ്പൺ അപ്പ് ആയി അല്ലേ? അല്ല, കണ്ടുപിടിക്കാൻ ഓപ്പൺ അപ്പ് ആയി അടുപ്പിച്ചു. ലോകത്തെ പരസ്പരം അടുപ്പിച്ചു. പക്ഷേ ലോകത്തെ പരസ്പരം അടിക്കും കൂടുതൽ ചിന്താധാരകളും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതാണ്. ഇതതില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ അവർ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും. നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളെവിടെയാണ് ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ സർവൈലൻസ് വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ഈ സർവൈലൻസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിനെ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളിപ്പം ഒരു ന്യൂസ് ഗൂഗിളിൽ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ ആകുലതകൾ എന്താണെന്ന് മനസ്സിലാകും അവർക്ക്. അത്തരം ആകുലതകൾ അപ്പം പൊതുവായിട്ടൊരു സർവേ അവർക്ക് നടത്താൻ പറ്റും. ലിയോനെ ഫക്രുദ്ദീനെ പരസ്പരം യോജിപ്പിച്ചിരുന്ന ഘടകം എന്താണ്? അപ്പോൾ നമ്മളപ്പോൾ ആളുകൾ പരസ്പരം യോജിപ്പിച്ചിരുന്ന ഘടകം അത് അഡ്രസ്സ് ചെയ്യുന്ന ഫീഡുകൾ നമുക്ക് തരും. എന്നിട്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ദേശീയ പാർട്ടി ഇങ്ങനെയുള്ള സാധനം മോൾ കൊണ്ടുവരും. അപ്പോൾ നമ്മളതുമായിട്ട് അലയുണ്ടാവും. ഇത് വളരെ തന്ത്രപരമായി ലോകം പിടിച്ചെടുക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും എന്താ പറയുക, ഏറ്റവും ചിലവ് കുറഞ്ഞ, ഏറ്റവും റിസ്ക് ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റെവല്യൂഷൻ. നമ്മളതിനെ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ബുദ്ധി ഹാക്ക് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ. അതിന് മാറി ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇതിനെല്ലാം പുറത്ത് ഈ മിഡിൽ ക്ലാസ് ആസ്പിറേഷനെ പുറത്ത്, ഭൗതികമായ ആസ്പിറേഷനെ പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്ന ആളായിരിക്കും. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് പറ്റില്ല. സാധാരണ മനുഷ്യൻ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ, ബെൻസിൻ്റെ ഏറ്റവും പുതിയ കാറ്, പ്രൈവറ്റ് ജെറ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ, ഇത് വാങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും അതൊക്കെ ആഗ്രഹിക്കുകയും അതൊക്കെ മനസ്സിലാക്കി നടക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവരെ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മളിപ്പോൾ മോഡി ഗവൺമെൻറ് നോക്കും, ഒരുപാട് പ്രശ്നങ്ങൾ മോഡി ഗവൺമെൻറ് ഉണ്ടാവും. പക്ഷേ സ്വാതന്ത്ര്യം ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം വന്ന ഏറ്റവും ശക്തമായ ഗവൺമെൻറ്റാണ്. രാജ്യത്തിനെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ കുറേ വർഗീയതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അധികാരത്തിൽ എത്താൻ വേണ്ടി ചെയ്താൽ ഇപ്പോൾ അവർ വലിയ തോതിൽ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ അവർ ഇന്ത്യയെ മതപരിവർത്തനത്തിലൂടെ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള കൺവേർഷൻ മാഫിയക്ക് അവരെതിരാണ്. പക്ഷേ ആ ബില്ല് അവർ കൊണ്ടുവന്നില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതിൽ വന്നവിടെ ഫണ്ടിങ് ഒക്കെ അവർ കട്ട് ചെയ്തു. അതാണ് ഇവരുടെ പ്രശ്നം. പണ്ടത്തെ പോലെ അവരുടെ ബിസിനസ് ഇവിടെ നടക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മോഡി ഇപ്പം വളരെ തന്ത്രപരമായി ചെയ്ത കാര്യം, മോഡി നമ്മളെ കൊണ്ടല്ല EV മേടിപ്പിച്ചു. എന്താണ് നമ്മളെ ഈ പെട്രോളിയം ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ പറ്റും. അതെ. അപ്പോൾ നമ്മൾ പിന്നെ വിദേശ നാണയങ്ങളുടെ ശേഖരം വർദ്ധിക്കും. അത് നമുക്ക് റിസർച്ച് അനാലിസിസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം A to Z പ്ലാൻ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കും. ആദ്യം മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നതായിരുന്നു പ്രധാനപ്പെട്ടത്. അതിനുള്ള കാരണങ്ങളുണ്ട്. ബാബറി മസ്ജിദ് കാലം തൊട്ട് RSS എടുത്തിട്ടുള്ള ആൻറ്റി മുസ്ലിം സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സ്റ്റാൻഡ് എടുത്തെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഹിന്ദുക്കളെ കൂട്ടി യോജിപ്പിക്കാൻ വേറൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്നിപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അവരുടെ സ്റ്റാൻഡിൽ നിന്ന് മാറി. ഇന്ന് അവർ റിയൽ എനിമീനാണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ മുസ്ലിങ്ങളെ പറ്റി കാര്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ബോധം വെച്ചെടുക്കും ഇവിടെ RSS ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജിഹാദി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ ദേശീയ തലത്തിൽ RSS എന്തെങ്കിലും ആൻറ്റി മുസ്ലിം ബന്ധങ്ങളില്ല. അവരിപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കൾച്ചറൽ അധിനിവേശം നടത്തുന്ന ഈ ഇവാഞ്ചലിസ്റ്റ്, അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് അവരുടെ മെയിൻ കൺസേൺ. ഓക്കെ. അത് മുസ്ലിം എന്നുള്ള ആ പ്രശ്നം ഏതാണ് സോൾവ്. കാരണം മുസ്ലിംസിന് കാര്യം വലിയ തോതിൽ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ പോലുള്ള കുറേ ആളുകൾ അവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ പിടിച്ച് അവർ ജയിലടക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഫണ്ട് പോകുന്ന ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഒരു കോമൺ എനിമിയാണ് ഈ പറഞ്ഞ ഇവാഞ്ചലിസും അമേരിക്കയും. അത് പക്ഷേ ഖത്തറിനൊന്നും അവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല.
അപ്പോൾ അത് അവരെ മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ പല പല രീതിയിൽ രാജ്യത്തെ ഭദ്രമാക്കി പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കൂടുന്നു, മറ്റേത് കൂടുന്നു, മറിച്ചത് കൂടുന്നു എന്ന ഓരോ കണക്കുകൾ സായിപ്പന്മാർ പുറത്ത് വിടുന്നത്. അതിപ്പോൾ നിങ്ങൾ സുന്ദരനാന്ന് തോന്നുന്നതുകൊണ്ട് എനിക്കൊരു കണക്ക് പോകത്തില്ല. നിങ്ങൾ ഇഷ്ടമില്ലാതാണ് നിങ്ങൾ ഇങ്ങനെ വിരൂപനായി എടുത്തണമെന്ന് തോന്നരുത്. വേറൊരുത്തിന് ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഇത്ര വെളുപ്പ് പാടില്ല എന്ന് തോന്നുന്നുണ്ട് വേറൊരുത്തിനൂടാം. വേറെ മലയാളിക്കാണെങ്കിൽ ഇത്തിരി കറുപ്പ് പാടില്ല എന്ന് തോന്നുന്നുണ്ട് വേറെ. അതൊക്കെ അത്ര ഓരോരുത്തർ സൗകര്യത്തിന് ഇറക്കുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ കുറേ കണക്ക് പോകത്തില്ല. അപ്പോൾ ഇവിടെയുള്ള വിദേശത്തൊക്കെ താമസിക്കുന്ന കുറേ ആൻറ്റിമാരും കുറേ അങ്കിൾമാരും കുറേ കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറേ ഇവാഞ്ചലിസ്റ്റുകൾ ഇതെടുത്ത് വലിയ സംഭവമായിട്ട് നമ്മളെ മീഡിയയിൽ കുറേ ബുദ്ധിയില്ലാത്ത കുറേ ബുദ്ധിജീവികളുണ്ട്. അവർക്ക് ഇട്ടുകൊടുക്കും, അവരിതിങ്ങനായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ ചുറ്റും നോക്കും മാറ്റം വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഹൈവേകൾ നോക്കൂ, രാജ്യത്തിലെ വിദ്യാഭ്യാസത്തിന് ഡിഗ്രി കിട്ടുന്ന ആളുകളുടെ എണ്ണം നോക്കൂ, സ്കൂളുകൾ എൻ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കൂ, മാറ്റം വരുന്നുണ്ട്. ഓക്കെ. അത് പെട്ടെന്ന് ഒരു ദിവസം കണക്കിൻ്റെ പുറത്ത് നിങ്ങൾക്കത് സൂചിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പം പിന്നെ നമ്മുടെ ഇതും കൂടി വരട്ടെ, സെൻസസ് കൂടി വന്നാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. പക്ഷെ മാറ്റം വരുന്നതിൻ്റെ പിന്നെ നമ്മുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം നമ്മുടെ ശത്രുക്കളെ നമ്മളടിച്ചാൽ ശക്തമായി തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് അമേരിക്കയുടെ പ്രശ്നം. പണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ചെയ്താൽ പോലെ ആരെ അറിയിക്കില്ല. ഇപ്പോൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, തീവ്രവാദം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ശക്തമായി കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് വലിയ അവരിവിടെ ഉണ്ടായിക്കൊണ്ട് അവരിവിടെ നട്ടിരുന്ന സ്ലീപ്പർ സെല്ലുകൾ ഓരോന്നായിട്ട് പുറത്തിടുകയാണ്. ഇപ്പോൾ പല ഇന്ത്യ നോട്ടമിട്ടിരുന്ന പല തീവ്രവാദികളും ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ അജ്ഞാതരുടെ രാജീവ് ഗാന്ധിക്ക് ശേഷം നമ്മളത് രാജീവ് ഗാന്ധിയാണ് കാര്യമായി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊന്നു കളഞ്ഞത്. അതിനുശേഷം അവന്മാർ പേടിച്ചിട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ അത് ചെയ്തു തുടങ്ങി, തിരിച്ച് നമ്മൾ അടിച്ചു തുടങ്ങി. പാകിസ്ഥാന് ഈ പറയുന്ന സാമൂഹിക സാമ്പത്തിക സുരക്ഷത്തെ അവർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ തീവ്രവാദികൾ പലരും ചത്തുകൊണ്ടിരിക്കുകയാണ്, ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അവർ ഇവിടെ ചെയ്യുന്ന പോലെ മാസിനെ അല്ല നമ്മൾ കൊല്ലുന്നത്, തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. അതിൽ നീതിയുണ്ട്. അല്ലെ അവന്മാരിവിടെ ചെയ്യുന്ന പോലെ പാവങ്ങൾക്ക് രഞ്ജത്തോട് പിന്നെ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകുന്ന രീതിയിൽ പിന്നെ ആക്രമിക്കല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയുടെ ശത്രുക്കളാണ് മേടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും നമുക്ക് ഗസ് ചെയ്യാലോ നമ്മുടെ ശത്രുവിനെ കൊല്ലുകയാണെങ്കിൽ. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലാണ് ഇത് വലിയ സംഭവം, വലിയ ആസ്പിറേഷനോട് കൂടി കാണുന്നത്. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ അധികാരത്തിൽ വന്നാൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു? ബംഗ്ലാദേശിൽ അവസാനം ദാരിദ്ര്യം കഷ്ടം അവന്മാർ തമ്മിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ശ്രീലങ്കയിൽ എന്താണ്? ശ്രീലങ്കയിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റിനെ പിടിച്ച് മന്ത്രിയാക്കിയത് എന്താണ് സ്ഥിതി എന്ന് പഠിച്ചോന്ന് അറിയപ്പോൾ. ഇങ്ങനെയുള്ള വിപ്ലവം പുറപ്പെട്ട സേഫായിരുന്ന രാജ്യങ്ങൾ സിറിയ, ലിബിയൊക്കെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവിടെ IS ഭീകരനാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത്. ലിബിയയിലാണെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇല്ല. ഇതാണ് സംഭവം. ഈജിപ്റ്റ് പിന്നെയും പട്ടാള ഭരണത്തിലേക്ക് തിരിച്ചുപോയി. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മോഡിയെ എതിർക്കാൻ 100 കാരണങ്ങളുണ്ടാവും, നിങ്ങൾ BJP എതിർക്കാൻ 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ ആ കാരണങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി സായിപ്പ് നമുക്കിങ്ങനെ ഫ്രീ ആയി തരുന്നതെന്നും, സായിപ്പ് ലോകം നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നമ്മൾ അറിയില്ല, അർത്ഥമാക്കി ഉപ്പ് കഴിക്കാത്തവനാണ് ഈ സായിപ്പ്. അതാണ് ഈ സായിപ്പ്. അപ്പം ഇത് കൂടി നമ്മൾ ആലോചിക്കണം. നമുക്ക് ബുദ്ധിയില്ലേ? പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസിന് ഇന്നത്തെ ഈ അവസ്ഥയിൽ, മുസ്ലിങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റി മോഡി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മുസ്ലിങ്ങൾ ഈ അവസ്ഥയിലാക്കിയത് ആരാണ്? അത് സായിപ്പന്മാരാണ്. തുർക്കി സുൽത്താൻ ഇല്ലാതാക്കി ലോകത്തെ ഏറ്റവും വലിയ പിന്നെ സാമ്രാജ്യത്തെ ഇല്ലാതാക്കിയത് ആരാ? സായിപ്പന്മാരാണ്, അല്ലാതെ മോഡിയല്ല. അന്ന് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ മുസ്ലിം രാജാക്കന്മാർക്ക് പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ എന്നാണ്. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ കോഴിക്കോട്ടെ മുസ്ലിങ്ങളാണ് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തത്. കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ തുർക്കിക്കാർക്ക്. ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരാണ് പലപ്പോഴും സഹായിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സായിപ്പ് അവരുടെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും വളർത്തിയിടുമ്പോൾ അത് ഏറ്റെടുത്ത് ഇവിടുത്തെ BJPക്കെതിരെയും RSSനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും തിരിഞ്ഞ് പൊതുശത്രു അമേരിക്കൻ ഇമ്പീരിയലിസമാണ്. അതിന് വളരാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും വലിയ തമാശ. കമ്മ്യൂണിസ്റ്റുകാരുടെ നമ്പർ 1 ശത്രു അമേരിക്കൻ ഇമ്പീരിയലിസമാണ്. പക്ഷേ അവരിപ്പോൾ ഭയങ്കര മോഡിയിൽ നേട്ടാൽ അവർക്ക് അമേരിക്കൻ ഇമ്പീരിയലിസം ഒന്നും പ്രശ്നമല്ല. പിന്നെ തൊഴിലില്ലായ്മയ്ക്ക് എല്ലാ സമയത്തും ഉണ്ടാവും, മനസ്സിലായില്ലേ? അതൊന്നും നമുക്ക് തുടച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ അത് ആ രീതി സിവിയർ ആണെന്ന് ഇന്ത്യയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് സിവിയറായ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും സിവിയർ അല്ല നമ്മുടെ രാജ്യത്ത്. ഇതിലും സിവിയറാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ടൊരു കോക്കോച്ച് പാർട്ടി അവിടെ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ടോ കോക്കോച്ച് പാർട്ടി സൗദി അറേബ്യയിൽ ഉണ്ടാവുന്നില്ല? അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ല, അതാണ് കാര്യം. അവിടെ ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ അറബ് ഗൾഫ് മേഖലയിലൊക്കെ തന്നെ ഈ മുല്ലപ്പൂ വിപ്ലവം നമുക്കറിയാമല്ലോ, അത് പടർന്ന് പന്തലിച്ചു. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് നമുക്ക് ടോട്ടൽ അനാർക്കിയാണ്. ഭാഗ്യത്തിന് സൗദി അറേബ്യയൊക്കെ അടിച്ചമർത്തിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലായും പാടും. ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിലേക്ക് ദൂരം വളരെ കുറവാണ്. അപ്പോൾ ഈ മൂർസിയുടെ അണ്ടറിൽ ഈജിപ്തിൽ അവർ അധികാരത്തിൽ വന്നു. ആദ്യം ചെയ്ത് ഈ അവിടുത്തെ ന്യൂനപക്ഷമായ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ
അവരുടെ പള്ളികൾ ബോംബ് വെക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ജനം എതിരായി. അപ്പം പട്ടാള ഭരണം വന്നവൻ ജനം തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഈ BJP RSS മോഡിനെയൊക്കെ ഇതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ചില RSS ഓഞ്ഞ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്തെടുക്കാറുണ്ട്. പക്ഷെ അതിലപ്പുറം അത് ചിന്തിക്കാനുള്ള ബുദ്ധി പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അല്ല, അതിൽ പറഞ്ഞൊരു പോയിന്റ്, നമ്മുടെ സൈന്യവും പോലീസും അതിനോടൊപ്പം തന്നെ RSS ഒരു സംഘടന ഇങ്ങനെ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്ന് ഫക്രുദ്ദീൻ വിശ്വസിക്കുന്നു. RSS ഉണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. അതൊന്ന് ഇതാണ്, പിന്നെ ഹിന്ദുക്കൾ പിന്നെ എവിടെ പോകാനാണ്. പിന്നെ 2, ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒരു പൗരാണികമായ പാരമ്പര്യമുണ്ട്. അത് ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കും. മധ്യകാലഘട്ടത്തിൽ അതിനെ സംരക്ഷിച്ചിരുന്നത് മുസ്ലിങ്ങൾ തന്നെ. അതായത് അന്ന് ഏറ്റവും വലിയ ലോകത്തിന് ഭീഷണി മംഗോളുകളുടെ അക്രമമായിരുന്നു. ഇപ്പോൾ ഈ ഇവിടുത്തെ വിരലിൽ നമ്മൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായി. ഈ മംഗോൾസിൻ്റെ അക്രമം തടഞ്ഞു നിർത്തിയ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി പത്മാവത് സിനിമയിലെ വില്ലനാണ്. പക്ഷേ അയാളുടെ മകനൊക്കെ യുദ്ധത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ആ വിഷമത്തിലാണ് ഇയാൾ പിന്നെ മരിക്കുന്നത്. അലാവുദ്ദീൻ ഖിൽജിയാണ് മംഗോൾ ഭീഷണി. മംഗോളിയന്മാർ എവിടെ ചെന്നാലും അവിടെ കോംപ്രമൈസ് ഒന്നുമില്ല. അവർ മതസ്ഥാപനങ്ങൾ ആക്രമിക്കില്ല, ബുദ്ധവിഹാരങ്ങളൊന്നും അവർ ആക്രമിക്കില്ല. ബാക്കി നഗരം ചുട്ടരിക്കും, മൊത്തം കൊള്ളയടിക്കും, ആണുങ്ങളെ മൊത്തം കൊന്നു കളയും, കുട്ടികളെ പിടിച്ച് അടിമകളായിരിക്കും, സ്ത്രീകളെ സെക്സ് സ്ലേവ് ആകും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കയ്യിൽ നിന്ന് ഇന്ത്യനെ രക്ഷിച്ച് ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യനെ രക്ഷിക്കാൻ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു RSS ആണ് റോളെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി അധികം അങ്ങോട്ട് പോകില്ല. കാരണം അവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയാൽ അത് കൃത്യമായ രീതിയിൽ തടഞ്ഞു നിർത്താൻ സാധിക്കും, അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ സാധിക്കും, അല്ലേ? അങ്ങനെയൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. എത്തേണ്ടിയിരിക്കുകയാണ്. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പിന്നെ അതിലുപരിയായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മനസ്സുകളെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പണ്ട് ഇന്ദിരാഗാന്ധി നന്നായി ഭരിച്ചുകൊണ്ടിരിക്കുക, അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവസാനം അവരെ വെടിവെപ്പിച്ച് കൊല്ലിപ്പിച്ചു. രാജീവ് ഗാന്ധിയെ കണ്ടുകൂടായിരുന്നു, അദ്ദേഹത്തെ കൊല്ലിപ്പിച്ചു. ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം, ഈ പ്രതിപക്ഷം എന്ന് പറയുന്നവരുടെ സ്വഭാവം, അല്ലെങ്കിൽ ഈ ഇന്ത്യ വിരുദ്ധരുടെ സ്വഭാവം. ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് അവരെപ്പോഴും എതിരായിരിക്കും. അവർ നമ്മൾ ബഹുമാനിക്കുന്ന ബുദ്ധിജീവികളായിരിക്കും പലപ്പോഴും. ആ അവർ ബുദ്ധിജീവികളല്ല, മണ്ടൻ ജീവികളാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അവർ തിരുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ മണ്ടത്തര വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ ബ്രാൻഡഡായി പോകുന്ന ചോദിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കരുത്. മുഖ്യധാര എപ്പോഴും ശരിയല്ല. അതിനനുസരിച്ച് ചലിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു വൈകാരികമായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത്തരം വൈകാരികത ലോകത്തെ എവിടെ എത്തിച്ചിട്ടില്ല. അത് അനാർക്കിയിലേ എത്തിക്കുള്ളൂ. ഓക്കെ. എന്തായാലും അപ്പോൾ ഈ ചർച്ചയുടെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ ജെൻസി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. പക്ഷേ അവരുടെ ചിന്തയും പ്രവൃത്തിയും ഒന്നും തന്നെ എപ്പോഴും പക്വത നിറഞ്ഞതാകണം, ശരിയായ വഴിയിലൂടെ വൈകാരികമാണ്. അവരെ കയ്യേൽക്കുന്നു എന്നുള്ളതാണ്. അതിവൈകാരികതയെ മുതലെടുക്കാൻ പലരും കാത്തു നിൽപ്പുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് തട്ടുകേടില്ലാതെ ഇവർ ഉപയോഗിച്ചത് ഗാന്ധിജിയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഗാന്ധിജി ഒരു സായുധ സമരത്തിലേക്ക് പോയി പിള്ളേരെ കൊലയ്ക്ക് കൊടുത്തില്ല. അദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണ് ഡീൽ ചെയ്തത്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇവരെ ഇഷ്ടംപോലെ കൊലക്ക് കൊടുത്തിട്ടുണ്ട്, ഇവരെ കൊണ്ട് മറ്റുള്ളവരെയും കൊല്ലിച്ചിട്ടുണ്ട്. പക്ഷെ ഗാന്ധിയാണ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇപ്പം തോന്നുന്നു RSS ചെയ്യുന്നുണ്ട് തോന്നുന്നു. ആ കലാപങ്ങൾ മാറ്റി നിർത്തിയാൽ RSS ആ ഒരു ശക്തിനെ വളരെ അതിൻ്റെ കൺട്രോൾ ഒരു അറ്റോമിക് എക്സ്പ്ലോഷനിലേക്ക് പോകാതെ റിയാക്ടറാക്കി നിലനിർത്തുന്നു. ഓക്കെ. അപ്പോൾ അതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ജെൻസി കൂട്ടത്തെ വഴിതെറ്റിച്ച് രാജ്യവിരുദ്ധ ശക്തികളാക്കി മാറ്റുവാൻ കാത്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ എടുത്തു വെച്ചുകൊണ്ട് ഈ യുവ രക്തങ്ങളെ, യുവ ജനക്കൂട്ടത്തെ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിച്ചുവിടാൻ കരുതി കൂട്ടിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി പാശ്ചാത്യ ശക്തിയാണ്. അത് നമ്മുടെ രാജ്യത്തെ തകർക്കുക, നമ്മുടെ സംസ്കാരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ സർക്കാരിനെ തകർക്കുക, സർക്കാരിന് എതിരെയുള്ള നീക്കത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും പ്രതിരോധപരവുമായിട്ടുള്ള എല്ലാ കരുത്തുകളും അടിച്ച് തരിപ്പണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത്. നേരിട്ട് യുദ്ധം ചെയ്യാതെ നിഴൽ യുദ്ധങ്ങൾ അവർ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും ഫക്രുദ്ദീൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് ലോകത്ത് മുൻപ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ പല കോണുകളിലും സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ഏശാതെ വന്നപ്പോഴാണ് ഇന്ത്യക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.
എന്തായാലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.